കേരളീയ ദർശൻ. കേരളീയ ദർശൻ. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ജീർണതയ്ക്കെതിരെ ശക്തമായ പ്രതികരണം. കേരളീയ ദർശൻ. നമസ്കാരം. കേരളീയ ദർശനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ ടൂറിസ്റ്റ് ബസും KSRTC ബസും തമ്മിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ 3 പേർ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ, 2 പേർ +2 വിദ്യാർത്ഥികളാണ്. സ്കൂളിലെ കായിക അധ്യാപകരും അപകടത്തിൽ മരിച്ചു. KSRTC യാത്രക്കാരായ 3 പേരും മരിച്ചു. മരിച്ച വിദ്യാർത്ഥികൾ മുളന്തുരുത്തി പൈങ്ങാരപ്പള്ളി സ്വദേശികളായ ദിയ രാജേഷ്, ക്രിസ് വിൻസെന്റ്, ബോൺ തോമസ്, തിരുവാണിയൂർ ചെമ്മനാട് സ്വദേശി എന്നാ ജോസ് എന്നീ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും ഉദയംപേരൂർ വലിയകുളം സ്വദേശി അഞ്ജന അജിത്, മുളന്തുരുത്തി ആർക്കുന്നം സ്വദേശി ഇമാനുവൽ CS എന്നീ +2 വിദ്യാർത്ഥികളുമാണ് മരിച്ചത്. സ്കൂളിലെ കായിക അധ്യാപകനായ മുളന്തുരുത്തി ഇഞ്ചിമല സ്വദേശി വിഷ്ണു KVയും മരണപ്പെട്ടു. ബെസേലിയസ് വിദ്യാനികേതൻ സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് വടക്കഞ്ചേരിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. 10ാം ക്ലാസ്, +1, +2 വിദ്യാർത്ഥികളാണ് ഊട്ടിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയത്. ദീപു, അനൂപ്, രോഹിത് എന്നിവരാണ് മരിച്ച KSRTC യാത്രക്കാർ. ഇന്നലെ രാത്രി 11:30 വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലത്തിന് സമീപം വെച്ചാണ് അപകടമുണ്ടായത്. അമിത വേഗത്തിലെത്തിയ ടൂറിസ്റ്റ് ബസ് മുന്നിലുണ്ടായിരുന്ന കാറിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം വിട്ട് KSRTC ബസിന്റെ പിന്നിലേക്ക് പാഞ്ഞു കയറി. ബസിൽ ഇടിച്ച ശേഷം ടൂറിസ്റ്റ് ബസ് ചതുപ്പിലേക്ക് മറിയുകയായിരുന്നു. അപകട സമയത്ത് ടൂറിസ്റ്റ് ബസിന്റെ വേഗത മണിക്കൂറിൽ 97.72 കിലോമീറ്റർ ആയിരുന്നുവെന്ന് ബസിലെ GPS-ൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. വടക്കഞ്ചേരിയിൽ 9 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കും പ്രധാനമന്ത്രി നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തു. മരിച്ച ഓരോ വ്യക്തിയുടെയും അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയുമാണ് നൽകുക. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക കൈമാറുക. ട്വിറ്ററിലൂടെ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. പാലക്കാട് വടക്കഞ്ചേരിയിൽ ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കുട്ടികൾക്ക് കണ്ണീരോടെ വിട. സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം അന്തിമോപചാരം അർപ്പിക്കാൻ നാട്ടുകാരുടെ തിരക്കായിരുന്നു. മന്ത്രിമാരും മുതിർന്ന നേതാക്കളും ഉൾപ്പെടെ മരിച്ച കുട്ടികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ടൂറിസ്റ്റ് ബസ് KSRTC ബസിന്റെ പുറകിലിടിച്ചാണ് അപകടമുണ്ടായത്. വടക്കഞ്ചേരി ബസ് അപകടത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. ഇന്നു മുതൽ ഒരു വാഹനത്തിനും ഫ്ലാഷ് ലൈറ്റും നിരോധിത എയർ ഹോണും ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി. ഫ്ലാഷ് ലൈറ്റും നിരോധിത ഹോണും ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അപകടത്തെക്കുറിച്ച് പോലീസും മോട്ടോർ വാഹന വകുപ്പും വിശദീകരണം നൽകണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. കാഞ്ഞിരപ്പള്ളിയിലെ കടയിൽ നിന്നും മാമ്പഴം മോഷ്ടിച്ച കേസിൽ പ്രതിക്കെതിരെ നടപടി വൈകുന്നതിൽ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ശക്തമായ നടപടി ഉണ്ടാവുമെന്ന വിശദീകരണവുമായി കോട്ടയം ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക് രംഗത്ത് വന്നു. പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നുവന്ന വിവരങ്ങളുണ്ടല്ലോ എന്ന ചോദ്യത്തിന് എവിടെ പോയാലും പിടികൂടും എന്ന് കാർത്തിക് വ്യക്തമാക്കി. പോലീസ് ഉദ്യോഗസ്ഥനായ പ്രതി PV ഷിഹാബിനെതിരെ മുൻപ് ബലാത്സംഗം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും പോലീസ് പറഞ്ഞു. ബലാത്സംഗം കൂടാതെ പിന്നാലെ എത്തി ഭീഷണിപ്പെടുത്തിയതിനും അപമാനിച്ചതിനും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തത് എന്നും K. കാർത്തിക് കൂട്ടിച്ചേർത്തു. PFI പ്രവർത്തകരെ ലീഗിലേക്ക് കൊണ്ടുവരണമെന്ന KM ഷാജിയുടെ പ്രസ്താവനയ്ക്കെതിരെ കുഞ്ഞാലിക്കുട്ടി. കൊലക്കത്തിക്ക് ലീഗുകാർ ഇരയായിട്ടുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ ഓർമ്മപ്പെടുത്തൽ. ലീഗ് ഉണ്ടാക്കിവെച്ച തണലിലാണ് ഇവരുടെ അഭ്യാസം. പ്രതിഷേധിക്കേണ്ട സ്ഥലത്ത് പ്രകടനം നടത്താൻ പോലും കഴിയാത്തവർ ഭീരുക്കളാണെന്നും വിമർശനം. PFI നിരോധനത്തിന് ശേഷം KM ഷാജി നടത്തിയ വിവാദ പ്രസംഗമാണിത്. കഴിഞ്ഞ ദിവസം നാദാപുരത്ത് സംഘടിപ്പിച്ച MSF പൊതുസമ്മേളനത്തിലാണ് കുഞ്ഞാലിക്കുട്ടി PFI വിരുദ്ധ നിലപാട് വ്യക്തമാക്കിയത്. PFI കൊലക്കത്തിക്ക് ലീഗുകാർ ഇരയായിട്ടുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി ഓർമ്മപ്പെടുത്തി. ലീഗ് ഉണ്ടാക്കിവെച്ച തണലിലാണ് ഇവരുടെ അഭ്യാസമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. PFI നിരോധനത്തിന് ശേഷം ലീഗിനുള്ളിൽ രൂപപ്പെട്ട അഭിപ്രായ ഭിന്നത വ്യക്തമാക്കുന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പരസ്യ വിമർശനം.
നേതാക്കളുടെ വ്യത്യസ്ത നിലപാടിനെ വിമർശിച്ച് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ തന്നെ ലീഗ് സംസ്ഥാന കൗൺസിലിൽ രംഗത്ത് വന്നിരുന്നു. നിരോധിച്ച തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായുള്ള പോലീസുകാരുടെ ബന്ധം കൂടുതൽ പുറത്തു വന്നതോടെ സേനയ്ക്കുള്ളിൽ നിരീക്ഷണം ശക്തമാക്കി. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധത്തെ തുടർന്ന് എറണാകുളം കാലടി സ്റ്റേഷനിലെ സിയാദിനെ സസ്പെൻഡ് ചെയ്തത് ഇത്തരം നിരീക്ഷണ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു. തീവ്രവാദ സംഘടനകൾക്കും പോലീസിന്റെ അനുഭാവികളുണ്ടെന്ന് വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങളുണ്ടായിരുന്നു. കൊല്ലത്തെ ഡിവൈഎസ്പി ഷെറീഫിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. തൊടുപുഴ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ PK അനസ് ഇന്റലിജൻസ് ജോലിയിലൂടെ ശേഖരിച്ച RSS നേതാക്കളുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന് കൈമാറിയെന്ന് കണ്ടെത്തിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത ഉദ്യോഗസ്ഥരെ വീണ്ടും ആ സ്ഥാനത്ത് തന്നെ നിയമിക്കുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ ഉയർന്ന പരാതികൾ പൂഴ്ത്തിവെച്ച സംഭവങ്ങൾ, പോലീസ് ആസ്ഥാനത്ത് ലഭിച്ച ഊമക്കത്തുകൾ, പച്ചവെളിച്ചം വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്നിവയെക്കുറിച്ചും കൂടുതൽ അന്വേഷണമുണ്ടാകും. പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ള 873 പോലീസുകാരുടെ ലിസ്റ്റ് NIA കഴിഞ്ഞ ദിവസം DGPക്ക് നൽകിയെന്ന റിപ്പോർട്ടുകൾ പോലീസ് നിഷേധിച്ചിട്ടുണ്ട്. ഇതോടെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.